എല്ലാവർക്കും റീബോണ്ട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം ഇന്നൊരു അടിപൊളി ഒരു സ്പെഷ്യലായിട്ടുള്ള ഐറ്റത്തിൻ്റെ റെസിപ്പിയൊക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇപ്പം മഴയൊക്കെ ആണെങ്കിലും ഇടയ്ക്ക് നല്ലൊരു വെയിലൊക്കെ തെളിയല്ലോ. അപ്പോൾ ആ സമയത്ത് നമുക്ക് കഴിക്കാൻ പറ്റിയൊരു ഐസ്ക്രീമിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് വീട്ടിലൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെച്ചിട്ടുള്ള പല പല ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് റെഡിയാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ പുതുതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. കാണുന്നതിൻ്റെ കൂടുതൽ തന്നെ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ആദ്യം തന്നെ നമുക്ക് വേണ്ടത് കുറച്ച് വിപ്പിംഗ് ക്രീമാണ്. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു അര കപ്പോളാണ് എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇത്രയൊക്കെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അര കപ്പ് മതി നമുക്ക് വിപ്പിംഗ് ക്രീം ഉള്ളത്. അപ്പോൾ ഞാൻ ഈ ഒരു ബ്രാൻഡിൻ്റെ വിപ്പിംഗ് ക്രീമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് നമ്മൾ ഫ്രിഡ്ജിൻ്റെ ഡോറിൽ എടുത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ലൂസ് ആയതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇതുപോലെ എടുക്കാൻ പറ്റുള്ളൂ. അതാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് വിപ്പ് ചെയ്ത് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഒരു ബൗളിനകത്തേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള മിൽക്ക് മെയ്ഡാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ മിൽക്ക് മെയ്ഡ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഷുഗർ പൗഡർ ആണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി കേട്ടോ. അതിന് ഷുഗറായിട്ട് തന്നെ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നമുക്കത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ബീറ്റർ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വിസ്ക് വെച്ചിട്ട് ചെയ്താലും മതി. കാരണം നമ്മൾ കേക്കിൻ്റെ അത്രയൊന്നും നമുക്ക് അത്രയും പെർഫെക്റ്റ് ആയിട്ട് അത്രയും നല്ല ഫ്ലഫി ആയിട്ടുള്ളതൊന്നും വേണ്ട. നമുക്ക് ഏകദേശം ഒരു ഇച്ചിരി ഒന്ന് കട്ടിയായിട്ട് വന്നാൽ മാത്രം മതി. അപ്പോൾ ഐസ്ക്രീം ഒക്കെ ആകുമ്പോൾ നമുക്ക് അങ്ങനെയാണ് വേണ്ടത്. ഒരുപാട് അങ്ങോട്ട് ഓവറായിട്ടൊന്നും ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വിസ്ക് വെച്ചിട്ടാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ ഇതിപ്പോൾ നല്ലതുപോലെ ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ട് ഏകദേശം ഒരു ലൂസായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി തന്നെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഈ ഒരു ടെക്സ്ചറിൽ നമുക്ക് നിർത്തണം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള നമ്മൾ ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർക്കുന്നതാണ്. ഇത് നമ്മൾ ഹോം മെയ്ഡായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മാംഗോയിൻ്റെ ജാമാണ് കേട്ടോ. അപ്പം നമുക്കിത് ജാക്ക് ഫ്രൂട്ട് വെച്ചിട്ടാണെങ്കിലും നമ്മൾ വിളയിച്ചിട്ട് എടുത്തിട്ടുള്ള ചക്ക വെച്ചിട്ടാണെങ്കിലും ആ ഒരു രീതിയിലാണെങ്കിലും നമുക്ക് ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കാം. ചക്ക വേണമെങ്കിലും മാങ്ങ വേണമെങ്കിലും ഒക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതൊക്കെ ഈ മാങ്ങയും ചക്കയൊക്കെ ഉള്ള സമയത്ത് നമ്മൾ ഇതുപോലെയൊക്കെ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഓരോന്നൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഫ്ലേവറിനനുസരിച്ച് നമുക്ക് എത്രയാണോ വേണ്ടത് അത് നമുക്ക് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഏകദേശം ഞാനിവിടെ 2 ടേബിൾ സ്പൂണോളൊക്കെയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. വലിയ ടേബിൾ സ്പൂണാണ്. അപ്പോൾ ടേബിൾ സ്പൂൺ എന്ന് പറയാൻ പറ്റില്ല, അതിലും വലിയൊരു സ്പൂണാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആ ഒരു ഫ്ലേവറിനനുസരിച്ച് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ബീറ്റർ തന്നെ വെച്ചിട്ട് എല്ലാ ഭാഗത്തേക്കും ഇതേപോലെ ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്തും കൂടെ കൊടുക്കാം. അപ്പോഴത്തേക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സ് ആയിക്കോളും. ഇനി നമുക്ക് ഈ ഒരു ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇനി നമുക്ക് വേണ്ടത് ഒരു സ്പാച്ചുല വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് നല്ലപോലെ എല്ലാം കൂടെ നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ. കാരണം ഇതൊരു കുറച്ച് വൈറ്റ് കളറിലൊക്കെ കാണുന്നുണ്ട്. ആ ഒരു നമ്മുടെ മാംഗോയിൻ്റെ ആ ഒരു ജാമൊന്ന് മിക്സ് ആവാത്ത സ്ഥലത്തൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതെല്ലാം കൂടെ കൂടിയിട്ട് നമുക്ക് നല്ലപോലെ ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തും കൂടി എടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇതൊരു മോൾഡിനകത്തേക്ക് ആക്കി കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലാക്കിയിട്ട് വെച്ചിട്ടാണെങ്കിലും നമുക്ക് ഫ്രീസറിൽ വെച്ചിട്ട് സെറ്റ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ ഏതായാലും ഒരു മോൾഡിലാണ് കേട്ടോ സെറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ ഒരു മോൾഡിനകത്തേക്ക് ഞാൻ ഇതുപോലെ ഒന്ന് ആക്കി കൊടുക്കുകയാണ്. ഇനി നമുക്ക് സെൻട്രലായിട്ട് ഇതുപോലൊരു സ്റ്റിക്കും കൂടെ നമുക്ക് വെച്ച് കൊടുക്കാം. അതാകുമ്പോൾ നമുക്ക് നമ്മൾ ആ ഒരു രീതിയിൽ നമുക്ക് ആ ഒരു പോപ്സിക്കിളിൻ്റെ ഒക്കെ രീതിയിൽ കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗവും കൂടെ നമുക്ക് ഇതൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്കിപ്പോൾ ഈ ഒരു മോൾഡ് വേണമെന്നൊന്നുമില്ല കേട്ടോ. നമുക്കൊരു പ്ലാസ്റ്റിക് അടച്ചുറപ്പുള്ളൊരു പ്ലാസ്റ്റിക്കിൻ്റെ കണ്ടെയ്നറിലാണെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തിട്ട് ഫ്രീസറിൽ വെച്ചാലും മതി കേട്ടോ. അപ്പോൾ ഇത് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് ഞാനിപ്പോൾ ഇതിനകത്ത് ചെയ്തു എന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ മുഴുവനായിട്ടും നമ്മളെ ആ ഒരു ഐസ്ക്രീമിൻ്റെ ബാറ്റർ നമ്മളിതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുപോലൊരു സ്പൂൺ വെച്ചിട്ടൊന്ന് ലെവൽ ചെയ്തും കൂടെ കൊടുക്കാം കേട്ടോ. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താലും മതി, ഇതുപോലെ ഒന്നായിട്ട് വന്നോളും. അപ്പോൾ നമുക്ക് ഇനി ഇതൊന്ന് സെറ്റാകാൻ വേണ്ടിയിട്ട് ഫ്രീസറിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞങ്ങൾക്ക് ഇത് സെറ്റ് ആവുന്നതിന് മുൻപ് തന്നെ ഞങ്ങളിത് എടുത്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ അത്യാവശ്യമായിട്ട് ഒരു സ്ഥലത്ത് പോകേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് തന്നെ ഇത് സെറ്റാവാനൊന്നും നിന്നില്ല. കാരണം അത് തിരിച്ച് നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു വരുന്നുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഇത് ഏകദേശം ഒരു 2-3 മണിക്കൂർ കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനത് എടുക്കേണ്ടി വന്നു കേട്ടോ. അപ്പോൾ ഏകദേശം ഇതുപോലെയാണ് ഇത് സെറ്റ് ആയിട്ടുള്ളൂ. ഇത് നല്ലപോലെ അങ്ങോട്ട് സെറ്റായിട്ട് വന്നില്ല. ഞാൻ വിചാരിച്ച പോലെയൊന്നും എനിക്കിതാക്കി എടുക്കാൻ പറ്റിയില്ല കേട്ടോ. കാരണം അത് ടൈം ഇല്ലാത്തതുകൊണ്ടാണ്. ഇത് നമുക്ക് ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നല്ലപോലെ ഒന്ന് കട്ടിയായിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ഇതുപോലെയാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് ഏതായാലും അടിപൊളിയായിരുന്നു. ആ ഒരു നാടനായിട്ടുള്ള ആ ഒരു ഫ്ലേവറൊക്കെ വന്നു കഴിയുമ്പം നമുക്ക് ഇഷ്ടപ്പെടും എന്തായാലും. അപ്പോൾ നിങ്ങളും ഈ രീതിയിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ജാക്ക് ഫ്രൂട്ട് ആണെങ്കിലും ശരി, അതേപോലെ മാംഗോ ആണെങ്കിലും ശരി, ഏത് ഫ്ലേവറിലാണെങ്കിലും നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അഭിപ്രായം പറയാൻ വേണ്ടിയിട്ട് മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പി ആയിട്ട് നമുക്ക് അടുത്ത് തന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.